കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് ദൈവം നൽകിയ സംഗീത വരദാനം ദൈവത്തിന് വേണ്ടി നൽകിയപ്പോൾ എന്നിലൂടെ കടന്നു വന്ന ചില ഗാനങ്ങൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. 1991 ആദ്യമായിട്ട് ഞാനൊരു പാട്ട് ചെയ്യുന്നത്. അന്ന് കോട്ടാശ്രമത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ദൈവത്തിൻ്റെ കനിഞ്ഞരുളിയ ആ സംഗീത വരദാനം എന്നിലേക്ക് കടന്നു വരുന്നത്. ആദ്യമായി ഇങ്ങനെ ഒരു പാട്ട് ചെയ്തു. എഫ് മൈനർ. മാമരച്ചില്ലകളെ പാടൂ ഓശാന ഓശാന, വൈദികനികളെ പാടൂ ഓശാന ഓശാന, പിന്നിൽ നിന്നോടിയിൽ വന്നൊരു നാഥൻ പാടിപ്പുകറ്റുന്നു മണ്ണിലെ മക്കൾ ഓശാന ഓശാന ഓശാന. മാമരച്ചില്ലകളെ പാടൂ ഓശാന ഓശാന. ഈ പാട്ടാണ് എനിക്ക് എൻട്രി കിട്ടുന്നത് കാസറ്റ് രംഗത്ത്. പിന്നീട് അങ്ങോട്ട് കാസറ്റ് രംഗത്തെ പല പ്രൊഡ്യൂസേഴ്സ് എന്നെ സമീപിക്കാൻ തുടങ്ങി. പീറ്റർ, ഞങ്ങൾക്കും ഇതുപോലുള്ള പാട്ടുകൾ ചെയ്തു തരണം. അപ്പോൾ ഒത്തിരി പ്രൊഡ്യൂസേഴ്സായിട്ട് ഞാനൊരു തീരുമാനം എടുത്തു. അങ്ങനെയൊന്നും എനിക്ക് ഒരുപാട് പാട്ടുകളൊന്നും ചെയ്യാനുള്ള കഴിവില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ദൈവം തരുന്ന പാട്ടുകൾ കോർത്തു വെച്ചുകൊണ്ട് അതൊരു 10 പാട്ടാവുമ്പോൾ അതൊരു ആൽബമാക്കുക എന്ന ഒരു ചിന്ത മാത്രമേ എന്നിലുണ്ടായിരുന്നു. അങ്ങനെ പല വേളകളിലായിട്ട് കടന്നു വന്ന പാട്ടുകൾ ഇങ്ങനെ പല ആൽബങ്ങളായിട്ട് കടന്നു വന്നു. ഈ ആൽബങ്ങളിലെ പാട്ടുകൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. സി മൈനർ, അതാണ് നിങ്ങൾ നേരത്തെ ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയാൻ വന്നവനീശു. ഞാൻ നേരത്തെ പാടിയത്. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളെൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരം നൽകി. കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? കേട്ടിട്ടുള്ളവരൊന്നും കൈവൊക്കെ എത്ര പേര് കേട്ടിട്ടുണ്ട്? ഓക്കെ, താങ്ക് യു സോ മച്ച്. എഫ് മൈനർ ഒന്ന് കൂടിയിടാം. ഇലപൊടിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം, കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. കേട്ടിട്ടുണ്ടേ പാട്ട്? കേട്ടുള്ളവരെന്ന് കേട്ടിട്ടുണ്ട്. ഒന്നു വിളിച്ച ഓടി എന്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ച അവനെന്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞ ഓമനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഈ പാട്ട് കേട്ടിട്ടുള്ളവരല്ല, കേൾക്കാത്തവരുണ്ടായിരിക്കും. ആരെങ്കിലും ഉണ്ടോ? അപ്പൊ എല്ലാവരും കേട്ടിട്ടുണ്ട്. താങ്ക് യു. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നീടുമ്പോ പഠിക്കേ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നീടുമ്പോ നെഞ്ചു തകർന്നു കരയുമ്പോഴെന്നെ നെഞ്ചോടും ചേർക്കും യേശുനാഥാ. ഓ എന്റെ സ്നേഹമേ വന്നു നിറഞ്ഞിടലേ. ഓ
എന്റെ സ്നേഹമേ. കേട്ടിട്ടുണ്ടോ? താങ്ക് യു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ ഒഴുകി ദൂരത്തെങ്ങോ പോ, നിന്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോ. ഒഴുകി ദൂരത്തെങ്ങോ പോ, നിന്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോ. നല്ലിടയൻ എൻ മനസ്സിൽ ഒന്നനഞ്ഞപ്പോ, എന്റെ ഘോരപാപം ദൂരത്തെങ്ങോ പോ. നനഞ്ഞ കണ്ണുകൾ നല്ല കുളിർമയായി. ഏത് ആൽബത്തിലെ പാട്ടാണെന്ന് അറിയോ? ഏത് വർഷം ഇറങ്ങിയ പാട്ടാണെന്നറിയോ? പ്രപഞ്ചം എന്ന ആൽബത്തിൽ ഞാൻ ആദ്യമായിട്ട് എഴുതിയൊരു പാട്ടാണ്. ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത. അതിൽ ഇനിയുമുണ്ട് പാട്ട്. സാഗരങ്ങളെ ശാന്തമാക്കി ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നുമെന്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നുമെന്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഈ ആൽബത്തിലെ പാട്ടുകൾ പലരും എഴുതിയതാണ്. ജോസഫ് പാപ്പകലച്ചൻ, ബ്രദർ എഡ്വിൻ, അവരൊക്കെ അന്ന് പുതുമുഖങ്ങളായിരുന്നു. അവരൊന്നും പ്രൊഫഷണലൈറ്റി ഗാനങ്ങൾ, വെറൈറ്റി ലിറിക്സ് എനിക്ക് കിട്ടുകയുണ്ട് ആ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെയും അവരിലൂടെയൊക്കെ പ്രവർത്തിച്ച് ഇങ്ങനെയുള്ള പാട്ടുകൾ വരുന്നത്. ഓർമ്മയിൽ നിൻമുഖം മാത്രം ഓർക്കുമ്പോൾ മനക്കുളിരുന്നു. സ്നേഹമൊഴുകുന്നു. യേശുവേ ജീവനായക, ജീവിതം നിന്നിലേറുന്നു. നിൻഹിതം ഞാനിന്നറിയുന്നു. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുപോലെ, നിന്നേതും കൺമണിയായി തരുന്നോനെ. ഉള്ളിൽ സ്നേഹം മാത്രം പകരുപോലെ, എന്നെയെന്നും കൺമണിയായി തരുന്നോനെ. ഓമനക്കുട്ടനാക്കുവാൻ നാഥാ, എന്നെ കൂടെ നീ വരേണമേ. അതായത് 2000-ലാണ് ഈ പാട്ട് വരുന്നത്. ക്രൈസ്റ്റ് എന്ന ആൽബത്തിലാണ് ഈ പാട്ട് കടന്നു വന്നത്. MG ശ്രീകുമാർ പാടിയ പാട്ടാണ്. നീ കണ്ടിട്ടോ, ഒത്തിരി പാട്ടുകളുണ്ട്. മോക്ഷമേ പാടത്തെ ഞാൻ നിൻ നാമത്തെ വാഴ്ത്തും. സങ്കീർത്തനം പഠിക്കേ. മോക്ഷമേ പാടത്തെ ഞാൻ നിൻ നാമത്തെ വാഴ്ത്തും. സങ്കീർത്തനം ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാനുള്ള വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാനുള്ള വചനം മാത്രം. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. കേട്ടിട്ടുണ്ടോ? ജീസസ് എന്ന ആൽബം. I
1999 ഇറങ്ങിയ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് മാറിയ ഒരു ഗാനമാണ്. ഇത് എന്റെ കഴിവൊന്നുമല്ല, ദൈവം ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രവർത്തിക്കും, അത്രേ ഉള്ളൂ. ആരിലെങ്കിലും ഒക്കെ ഇങ്ങനെ പ്രവർത്തിക്കും. എന്നെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു വട്ടപൂജ്യമാണ്, ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. ദൈവത്തിന്റെ കൃപയാൽ കടന്നു വന്ന പാട്ടുകളാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ പാടുന്നു. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഓർമ്മകളെ ഈ പഴയകാല വർഷത്തിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. കൂടുവിട്ടോടി ആടിയൊരു മുൾച്ചെടിക്കാട്ടിൽ മുൾപ്പടത്തിൽ അഭയമേകാ ആരുമില്ലാതെ വിവശനായി കേഴുന്നു വിവശനായി കേഴുന്നു പ്രപഞ്ച സൃഷ്ടാവിൻ അത്യുന്നതം മഹോന്നതം സൃഷ്ടിജാലബന്ധങ്ങളിൽ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയും ആകേണമേ. ഇമ്മാനുവേ നിന്നോട് കൂടെ വാഴുന്നു, നവും പകലും വാഴുന്നു, വാഴുന്നു. ഇമ്മാനുവേ നിന്നോട് കൂടെ വാഴുന്നു, നവും പകലും വാഴുന്നു, ജീവിത സായാൻ തീരുന്നു ഞാൻ വെറുതെ പിറകോട്ടു നോക്കി, ഞാൻ വെറുതെ പിറകോട്ടു നോക്കി. പെട്ടെന്ന് പാടുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴും ഏക ദൈവം, സത്യദൈവമാകമാണു ദൈവം, മുക്തിനായി ഭൂമി നിറഞ്ഞു സ്നേഹദൈവം. അവ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യവരേണമേ, അങ്ങീ തിരുവിതും ഭൂമി എന്നും നിറവേറണമേ. വാനമ്പാടി പാടുമ്പോൾ ഉള്ളം പറ്റുന്നു നിന്നെ ലോകനാഥ യേശുവേ. തീരം തീരം തേടും മേഘം ഒരങ്ങിൽ പെയ്യൂ സ്നേഹഗാനം മോചന. ഒരു ജന്മം ഒരേ ഒരു ജന്മം ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ഒരു ജന്മം ഒരേ ഒരു ജന്മം ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ,
ദൈവമേ ജീവിതത്തിൽ നിന്റെ സർവ്വവും കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞുപോയോ? പൊന്നു കുഞ്ഞി ദൈവസ്നേഹം മറന്നിടണ്ടേ? ദൈവമല്ലാതാരും നിന്നെ രക്ഷിക്കാനുണ്ട്. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു വളർത്തും. ആനന്ദത്തെളിനീ ചോരയിൽ പെട്ടെന്ന് കരതാരി മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കരതാരി മുഖമൊന്നമർത്തി എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്നെ കൈകളിൽ താങ്ങിടുന്ന സ്നേഹം, എന്നെ തോളിലേറ്റും പാടും മെല്ലെ ചാഞ്ചക്കമാക്കുന്ന സ്നേഹം, ആ സ്നേഹം, ആ സ്നേഹം ഉള്ളം നൊന്തു ഞാൻ കേഴുമ്പോ ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ നൊമ്പരോടാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ എന്റെ കുഞ്ഞേ പൊന്നോമനേ, നിന്റെ ദൈവം ഞാനല്ലയോ? ഇടറല്ല പകർന്ന കരയല്ലേ അഭയമേകാൻ ഞാൻ കൂടെയില്ലേ? ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ പഠിക്കേ. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ഇങ്ങനെ തുടങ്ങിയ ലിസ്റ്റ് കിടക്കുക. ഏകദേശം ഒരു 3000-ൽ പരം പാട്ടുകൾ ചെയ്യുവാനായിട്ട് ഈ വട്ടപൂജ്യമായ എന്നെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ വെറും ഒരു മണ്ടൻ, വെറും ഒരു വട്ടപൂജ്യം, ഒരു കഴിവില്ലാത്തവൻ. പക്ഷെ ഈ കഴിവില്ലാത്ത എന്നെ പിടിച്ച് ഈ പാട്ടുകളൊക്കെ ചെയ്യാനായിട്ട് ദൈവം താല്പര്യമെടുത്തെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി. ദൈവത്തിന് വേണ്ടി നിങ്ങളൊക്കെ ജീവിതം സമർപ്പിച്ചാൽ എന്നേക്കാൾ പ്രഗത്ഭരായ, എന്നേക്കാൾ കഴിവുകളുള്ള നിങ്ങൾക്കൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക, അല്ലേ? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? നമ്മൾ ഈ ലോകത്തിന്റെ പിന്നാലെ ഇങ്ങനെ ഓടുക, ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി, എവിടെയൊക്കെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഓടുക.
അവസാനം തീരും 70 അല്ലെങ്കിൽ 80. ഇതിലൊതുങ്ങുന്ന ജീവിതമേ നമുക്കുള്ളൂ. അപ്പൊ ഓർക്കുക, ഒരേ ഒരു ആയുസ്സേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. ഈ ആയുസ്സിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം വട്ടപൂജ്യമാണ് എന്ന സത്യം മനസ്സിലാക്കുക. ഈ യാത്രയിൽ നമുക്ക് തുടരാം. നമുക്ക് ഇനി അങ്ങോട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകളാണ്, എന്തെല്ലാം നേട്ടങ്ങളാണ് നമുക്ക് നന്മയ്ക്ക് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടിയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.